ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ശരിയായ നിലപാടുകൾ കൂടുതൽ ആളുകളെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കും. ഇപ്പോൾ UDF കോൺഗ്രസ് മാത്രമല്ല ഈ പ്രതിസന്ധി നേരിടുന്നത്. കോൺഗ്രസിൻ്റെത് ഒരു അത്യാഘാത പ്രതിസന്ധിയാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ UDF തന്നെ ലീഗ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര തർക്കങ്ങൾ ലീഗിലെ വളരെയേറെ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ആഭ്യന്തര തർക്കങ്ങളാണ് നമ്മൾ ലീഗിൽ കണ്ടത്. അതിൻ്റെ പരസ്യ പ്രകടനങ്ങളും കാണുകയുണ്ട്. ജനാധിപത്യ ഉള്ളടക്കത്തിൻ്റെ കുറവ് തന്നെയാണ് അതിൽ പ്രകടമാവുന്നത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ലീഗിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ ലീഗിന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകളും പ്രകടമാവുകയുണ്ടായി. MSFന്റെ വനിതാ വിഭാഗമായ ഹരിതയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വന്ന വാർത്തകളും അതിൻ്റെ പ്രവർത്തകരുടെ പ്രതികരണങ്ങളും അതിനോട് ലീഗ് സ്വീകരിച്ച നിലപാടും ആകെ പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്ന കാര്യം IUMLന്റെ സ്ത്രീവിരുദ്ധ നിലപാടാണ്. സമൂഹത്തിലത് കൂടുതൽ ബോധ്യമാവുകയാണ് ഉണ്ടായത്. അത് മധ്യകാല ബോധത്തിൽ നിന്നാണ് കാര്യങ്ങളെ കാണുന്നത്. UDFലെ ഇതര ഘടകകക്ഷികൾക്കകത്തും ഇപ്പോൾ ആഭ്യന്തരമായ വിഷയങ്ങൾ ശക്തിപ്പെടുക തന്നെയാണ്. കൂടുതൽ തകർച്ചയിലേക്ക് വരും ദിവസങ്ങളിൽ UDF ചെന്നെത്തും എന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നുണ്ട്. അതേസമയം നമ്മുടെ കേരളത്തിലെ പൊതു സമൂഹ ഘടനയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള പരിശ്രമവും നടക്കുന്നുണ്ട്. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് തകർക്കുക, കേരളത്തിൽ വിവിധ മതങ്ങൾ തമ്മിലുള്ള യോജിപ്പിനെ ദുർബലപ്പെടുത്തി മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കാനും മത സൗഹാർദ്ദത്തെ ദുർബലപ്പെടുത്താനും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുമുള്ള പരിശ്രമങ്ങൾ വർഗീയ സ്വഭാവമുള്ള ശക്തികൾ ഇവിടെ നടത്തുകയുണ്ടായി. ഇപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് മാത്രമേ BJPയുടെ സാന്നിധ്യം തന്നെ അവർക്ക് രേഖപ്പെടുത്താനാവും. ഇപ്പൊ BJP ഭൂരിപക്ഷ ജനവിഭാഗങ്ങളിൽ മാത്രമല്ല, ചില ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ തന്നെ തർക്കമുണ്ടാക്കി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനാവുമോ എന്നുള്ള പരിശ്രമവും നടത്തുന്നുണ്ട്. അതുകൊണ്ട് അത്തരം പരിശ്രമം നടത്താനുള്ള ശ്രമങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായി. കേരളത്തിന്റെ വളരെ സുഭദ്രമായ സമാധാന അന്തരീക്ഷം, മതനിരപേക്ഷ അന്തരീക്ഷം ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടന്നത്. പാലാ ബിഷപ്പിന്റെ പ്രസ്താവന, അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയ തെറ്റായ പ്രചരണങ്ങളും പ്രസ്താവനകളും ഉണ്ടായിരുന്നു. പ്രസ്താവന നടത്തിയ ബിഷപ്പിന്
എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകുന്നതായി നമ്മൾ കരുതുന്നില്ല. അതേസമയം ഇവിടെ നടത്തിയ പരിശ്രമം സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള തെറ്റായ ഉദ്ദേശത്തോടു കൂടിയുള്ള ഇടപെടലുകളായിരുന്നു. ഞങ്ങൾക്ക് വളരെ വ്യക്തമായ നിലപാടാണുള്ളത്. ചില വ്യക്തികളോ ഏതെങ്കിലും ഗ്രൂപ്പുകളോ നടത്തുന്ന തെറ്റായ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം ഒരു മതത്തിന്റെ പേരെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അത് വ്യക്തിപരമായ അവരുടെ തെറ്റായ ധാരണകളിൽ രൂപം കൊള്ളുന്ന അതിനെ മതത്തിന്റെ പേരിലേക്ക് വഴിമാറ്റി സമൂഹത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുക, സമാധാന അന്തരീക്ഷം തകർക്കുക, അത്തരം സമീപനം സ്വീകരിക്കാൻ പാടില്ല. എല്ലാ കാലത്തും CPIM ജനങ്ങളുടെ യോജിപ്പിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, സമൂഹത്തിലെ സമാധാനത്തിന് വേണ്ടി ആണ് നിലനിന്നിട്ടുള്ളത്. കേരളത്തിന്റെ പൊതു പ്രത്യേകതയും ഈ നിലയിൽ CPIM സ്വീകരിച്ച നിലപാടുകൾക്കൊപ്പം കേരളമാകെ അണിനിരുന്നതാണ്. കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വ്യത്യസ്തത വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള, ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് ഒരു പോറലേൽക്കാതെ അതിനെ കാത്തു സൂക്ഷിച്ചു എന്നതാണ്. കേരളത്തിന്റെ ഈ മഹിതമായ അവസ്ഥയെയാണ് തകർക്കാൻ ചിലർ ഈ ദിവസങ്ങളിൽ ശ്രമിച്ചത്. BJP നല്ല പരിശ്രമം നടത്തി. മറ്റു ചില വർഗീയവാദ സംഘടനകളും ആ നിലയിൽ തന്നെ പ്രവർത്തിക്കുകയുണ്ടായി. ചില മാധ്യമങ്ങളും ഈ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സാമൂഹ്യ മാധ്യമ ഇടപെടലുകാരും ഒക്കെ കേരളത്തിന്റെ ഈ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അതിന് കേരളത്തിൽ സ്വീകാര്യത കിട്ടിയിട്ടില്ല. CPIMന്റെ നിലപാട് മതനിരപേക്ഷതയെയും സമാധാന അന്തരീക്ഷത്തെയും ദുർബലപ്പെടുത്തുന്നതിനെതിരായി ജനങ്ങളെ അണിനിരത്തുക എന്ന് തന്നെയാണ്. അതിനായുള്ള പ്രവർത്തനങ്ങൾക്കാണ് പാർട്ടി എന്നും നേതൃത്വം നൽകിയിട്ടത്. ഇനിയും ആ നിലയിൽ തന്നെ പ്രവർത്തിക്കണം എന്ന സമീപനമാണ് CPIMനുള്ളത്. ഇപ്പോ വരും ദിവസങ്ങളിൽ നമ്മൾ ശക്തമായ പ്രചരണങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പാർട്ടി ചർച്ച ചെയ്യും. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലാകെ വളർന്നു വരുന്ന കർഷക പ്രക്ഷോഭത്തിന്, ആ പ്രക്ഷോഭം വലിയ തോതിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കർഷക പ്രക്ഷോഭങ്ങളിൽ അണിനിരുന്ന കൃഷിക്കാർ ദേശവ്യാപകമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. 27-ന് ഇന്ത്യയിലാകെ നടക്കുന്ന അത്തരം പ്രക്ഷോഭ സമര പരിപാടികളിൽ കേരളത്തിൽ CPIMും പിന്തുണ നൽകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇത് സംബന്ധിച്ചുള്ള പൊതു തീരുമാനമെടുക്കാൻ പോകുന്നത്. മുന്നണി യോഗം ചേർന്ന് കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള ദേശീയ സമരം കേരളത്തിൽ വിജയിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള പൊതു നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലാണ് 27-ന്റെ സമരത്തിനുള്ള നമ്മുടെ കാര്യപരിപാടികൾ ആവിഷ്കരിക്കുക. CPIMന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഓഫീസുകൾക്കും നേരെ ത്രിപുരയിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് കെട്ടഴിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ നശിപ്പിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് CPIM പ്രവർത്തകർ ആക്രമണങ്ങൾക്ക് വിധേയരായിരിക്കുന്നു.
പ്രതിപക്ഷ നേതാവായ മണിക് സർക്കാരിന് നേരെ ആക്രമണം നിരവധി തവണയാണ് നടന്നത്. അദ്ദേഹത്തിന്റെ ഓരോ ചലനത്തെയും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ആക്രമണങ്ങളാണ് കെട്ടഴിച്ചു വിടുന്നത്. ഏറ്റവും അവസാനത്തെ ആക്രമണ പരമ്പരയിൽ ഡസൻ കണക്കിന് പാർട്ടി ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. താഴെയുള്ള പ്രാദേശിക ഓഫീസുകൾ, ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ, സബ് ഡിവിഷൻ ഓഫീസുകൾ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, പ്രവർത്തകരെയും പാർട്ടി സംവിധാനത്തെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന നിലപാടാണ് ബി.ജെ.പിയുടെ ഫാസിസ്റ്റ് ആക്രമണോത്സുകതയുടെ ഏറ്റവും വലിയ പ്രയോഗമാണ് ത്രിപുരയിൽ നടന്നത്. ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പ്രവർത്തന രീതിയാണ്. അതിനെ പ്രതിരോധിക്കുമെന്ന് CPIM പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ 30,000 കേന്ദ്രങ്ങളിലാണ് CPIM-ന്റെ പ്രതിഷേധ പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചത്. വലിയ ജനപിന്തുണ കിട്ടിയ ഒരു പരിപാടിയായിരുന്നു. ത്രിപുരയിലെ ഈ കടുത്ത കടന്നാക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഐക്യദാർഢ്യ പരിപാടികൾ തുടർന്നും കേരളത്തിലെ CPIM സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായി ഈ വരുന്ന 25-ാം തീയതി 35,000 കേന്ദ്രങ്ങളിൽ CPIM പ്രവർത്തകർ ത്രിപുരയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ധനശേഖരണം നടത്തും. എല്ലാ CPIM അംഗങ്ങളും ഇതിനായി സംഭാവനകൾ നൽകും. ജനങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ ഹുണ്ടിക കളക്ഷൻ വഴി ശേഖരിച്ചുകൊണ്ട് ത്രിപുരയിലെ പാർട്ടിയുടെ പ്രതിരോധത്തെ സഹായിക്കുന്നതിന് വേണ്ടി സമാഹരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ വാർത്താസമ്മേളനം തുടരുകയാണ്. വിവിധ വിഷയങ്ങളിൽ, വിവാദ വിഷയങ്ങളിൽ CPM നിലപാട് വ്യക്തമാക്കുകയാണ് പാർട്ടി സെക്രട്ടറി.